കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഞാൻ ഒരു മാർത്തോമാ കുടുംബത്തിൽ ഉന്നതനായ ഒരു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥൻ്റെ മകനായി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഭയഭക്തിയിൽ വളർത്തിയെങ്കിലും പ്രായമാകും തോറും എൻ്റെ ആത്മീയത നഷ്ടപ്പെടുകയും ഞാനൊരു ലോകമനുഷ്യനെ പോലെ ജീവിപ്പാനിടയായി, ലോകസുഖങ്ങളുടെ പുറകെ പോകുവാനിടയായി. അങ്ങനെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കേരളത്തിൽ വെച്ച് ഉണ്ടായെങ്കിലും 82 സൗദി അറേബ്യയിൽ പോകുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. ദൈവം എന്നെ ഒന്ന് പണിയാനായിട്ടാണ് കൊണ്ടുപോയത് എന്നെനിക്ക് നല്ലവണ്ണം അറിയാം. കൃപയാൽ ഞാൻ അവിടെ ചെന്നു. ഞാൻ പോയ കമ്പനി 6 മാസം പൂട്ടി. അങ്ങനെ തിരിച്ച് നാട്ടിൽ വരേണ്ടതിന് മുൻപ് കമ്പനി റിലീസ് തന്നു. സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം തന്നു. അങ്ങനെ ഇന്ത്യൻ എംബസിയുടെ കോൺട്രാക്ട് വർക്കുകൾ എടുത്തു. അതിൻ്റെ പോർട്ടർ ക്യാബിൻ്റെ കംപ്ലീറ്റ് കോൺട്രാക്ട് എടുത്തിട്ട് അവരെ പെർമനൻറ്റ് ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി. അതെടുത്ത കൂട്ടത്തിൽ അതിന് കണക്ട് ചെയ്തിരിക്കുന്ന കേബിളുകൾ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മുറിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ റംസാൻ കാലയളവിലാണ്, ഭയങ്കര ചൂടാണ്. ആ സമയത്ത് JCB കൊണ്ടുവന്ന ഈ ബിൽഡിങ്ങുകൾ പൊക്കുന്ന കൂട്ടത്തിൽ കേബിൾ പൊട്ടിപ്പോയപ്പോൾ മെയിനെല്ലാം ഓഫായി ഷോർട്ടായി പോയി എന്ന് കരുതി ഞാൻ ആ കേബിളിൽ കയറി പിടിക്കുമ്പോൾ 400 വാട്ട്സുള്ള ആ വലിയ പവർ കേബിൾ ഷോർട്ടായിട്ട് അതിൻ്റെ തീ, എൻ്റെ തണുപ്പ് കാലമാണ്, എൻ്റെ ഷർട്ട്, അതിൻ്റെ പുറത്തിട്ടിരുന്ന കോട്ട്, ഷർട്ടിൻ്റെ അകത്തുള്ള ബനിയൻ, ഇതിനെല്ലാം തീ പടർന്ന് പിടിച്ചു. കൃപയാൽ ഹല്ലേലൂയ, ശരീരം പൊള്ളുവാൻ ദൈവം അനുവദിച്ചില്ല. ശരീരത്തിലെ രോമങ്ങളുടെ ഒരു വശം മുഴുവൻ, തലമുടിയുടെ ഒരു വശം മുഴുവൻ കരിഞ്ഞുപോയി. എൻ്റെ അടുത്ത് നിന്നവർക്ക് എന്നോട് തൊടാനോ പിടിക്കാനോ കഴിയാത്ത രീതിയിൽ വളരെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ അത്ഭുതകരമായി ദൈവം ഞങ്ങളെ വിടുവിച്ചു സൗദി അറേബ്യയിൽ. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ തീ പിടിച്ചിട്ട് പൊട്ടിത്തെറിച്ചു. പക്ഷേ അന്നൊരു മീറ്റിംഗ് നടക്കേണ്ട ദിവസമാണ്, രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് എല്ലാവർക്കും കൊടുക്കേണ്ടത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. പക്ഷേ അന്നും ഈ പൊട്ടിത്തെറി ഉണ്ടായിട്ടും എനിക്ക് അപകടങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ആർക്കും പറ്റിയില്ല. ദൈവം ഇങ്ങനെ പറയുന്ന, തീയിൽ കൂടെ കടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അതിനുശേഷം ബിസിനസ്സുകൾ തുറന്നുകൊണ്ടിരുന്നു. ദൈവവചനം പഠിക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു ബൈബിൾ ക്ലാസ് നടത്തിയ ദിവസങ്ങളിൽ അതിൽ സംബന്ധിപ്പാനിടയാകുകയും രക്ഷിക്കപ്പെടണമെന്ന് മനസ്സിലായി. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് കൃപയാൽ സ്നാനപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം ചാച്ചു. സൗദി അറേബ്യയിൽ അന്നത്തെ കാലത്ത് സ്നാനപ്പെടുന്നത് വളരെ പ്രതികൂലമാണ്. വളരെ പ്രശ്നങ്ങളാണെങ്കിലും വളരെ രഹസ്യമായി അവിടെ വെച്ച് സ്നാനപ്പെടുവാൻ ഇടയായി. എൻ്റെ ഭാര്യ, അതിനുശേഷം എൻ്റെ ഭാര്യ സൗദി അറേബ്യയിൽ വെച്ച ജോലിയോടത്തിൽ ഞാൻ മടങ്ങി വന്നാണ് വിവാഹം കഴിക്കുന്നത്. കോട്ടയത്താണ്. അവളുടെ യാക്കോബായുടെ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഭാര്യ വളരെ മാറി നിന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം അവൾ സ്നാനപ്പെട്ടു. അങ്ങനെ കുടുംബമായി ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ ജീവിപ്പാൻ ഇടയായി. ഒരുപാട് പ്രതികൂലങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ സൗദി അറേബ്യ കടന്നുപോയി. എന്നാൽ അതെല്ലാം അനുഗ്രഹത്തിനായി ദൈവം മാറ്റി തീർത്തു. ഞങ്ങളുടെ മൂത്ത മകൻ പ്രസവിക്കുന്നതിന് 2 ദിവസം മുമ്പ് വൈഫിന് ചിക്കൻ ബോക്സ് വരികയും അങ്ങനെ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ അവന് ചിക്കൻ ബോക്സ് വരാതിരിക്കാൻ ആൻറ്റിബോഡി കുത്തിവെച്ച് റിയാക്റ്റായി വസൂരിയായി മാറി. എല്ലാ ഡോക്ടർമാരും വിധി എഴുതി കുഞ്ഞ് ജീവിക്കുകയില്ല എന്ന്. എന്നാൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയെ മാനിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കുഞ്ഞിനെ വിടുവിച്ചു. ഇപ്പോൾ കാനഡയിൽ കുടുംബമായി ജോലിയുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ അന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും പ്രശ്നങ്ങൾ വരാതെ ദൈവം സൂക്ഷിച്ചു. ഒരിക്കൽ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിൽ പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. ഞങ്ങൾ ഫാമിലിയാണ്. ഞാൻ മലയാളിയാണ്. ഇവിടെ നിന്ന് 1500 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഞാൻ ചാട്ടക്കാരനാണ്, എന്നെ കയറ്റി വിടുമെന്നുള്ള പേടിയോടെ മടങ്ങി വന്നു. ഇന്ന് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അവിടുത്തെ നിയമപ്രകാരം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണ്. ഞാൻ അവനെ വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. ചില നാളുകൾ ഞങ്ങളുടെ അറബിയോട് പറഞ്ഞു. ചില നാളുകൾ ഒളിവിൽ അവിടെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചതിന് ശേഷം അവന് വിസ കിട്ടി. ആ വിസയിൽ അവനെ കയറ്റി വിടാനായി തീരുമാനിക്കുന്ന സമയത്താണ്, വിസയിൽ കയറ്റി വിടുന്നതിന് മുൻപ് പോലീസ് അവനെ പിടികൂടുകയും അങ്ങനെ എന്നെ വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ടായിരുന്നു. ഹോട്ടലിലുള്ള എൻ്റെ സഹോദരൻ, അങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാം അറസ്റ്റ് ചെയ്തു. പക്ഷേ
ഞാൻ തെറ്റ് സംഭവിച്ചതിനാൽ ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച് ജയിലിലിട്ടു. 2 വർഷം $20,000 റിയാൽ പെനൽറ്റി. ഒരു ഗൾഫ് രാജ്യങ്ങളിലും പോകാൻ പറ്റാത്ത പോലെ ക്രോസ് അടിച്ച് എന്നെ വിടുമെന്ന് പറഞ്ഞ് കോടതി വിധിച്ചു. അവിടുത്തെ പ്രിൻസ് രാജാവിൻ്റെ മകനാണ് ജഡ്ജ്. അദ്ദേഹം എന്നെ ശിക്ഷിച്ച് ജയിലിനകത്തേക്ക് അടച്ചു. എൻ്റെ ഒരു സ്നേഹിതൻ്റെ വൈഫിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായി. അങ്ങനെ ആ കെയർ ഓഫിൽ ഞാനൊരു പരോളിൽ വെളിയിലിറങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അക്കാമ, എൻ്റെ ലൈസൻസ് എല്ലാം ജയിലിലാണ്. എന്നെ ഇതൊരു സാധനവും ഇല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചു. ആ വണ്ടി പോയി വേറൊരു വണ്ടിയുമായിട്ട് ആക്സിഡൻ്റായി ഇടിച്ചത് റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരു ആളിൻ്റെ വണ്ടിയിലാണ്. ഇൻഷുറൻസ് ഉണ്ട്, എന്നാൽ എൻ്റെ ഒരു പേപ്പറുകളും ഇല്ലാതെ പോലീസ് അതിനു വേണ്ട പേപ്പറുകൾ ക്രമീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുവാൻ 10 മിനിറ്റ് വിസിറ്റിംഗ് ടൈം ഉള്ളപ്പോൾ 4:50 ചെന്ന് 5 മണിക്ക് വിസിറ്റിംഗ് അവസാനിക്കും. അവിടെ 4 ലിഫ്റ്റുണ്ട്. കിങ് ഖാലിദ് അൽ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്, രാജകുടുംബത്തിൽപ്പെട്ടവരുടെ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് എനിക്കിഷ്ടമുള്ള ഒരു ലിഫ്റ്റിൽ ഞാൻ പ്രസ് ചെയ്തപ്പോൾ എന്നെ ശിക്ഷിച്ച ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നെ കണ്ടിട്ട് അങ്ങേര് ചോദിച്ചു, എങ്ങനെ ഇവിടെ വന്നു? ഞാൻ എൻ്റെ പരോൾ പേപ്പർ കാണിച്ചു. എൻ്റെ വൈഫ് എൻ്റെ കൂടെ യൂണിഫോമിലുണ്ട്, അവൾ ലാബ് ടെക്നീഷ്യനാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ ഇത് നിൻ്റെ വൈഫാണോ? ആണ്. അത് പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ഇത് തോന്നി, ഞങ്ങളൊരാളെ സഹായിച്ചതാണ്, അല്ലാതെ ഞങ്ങളൊരു ബിസിനസ് ചെയ്തല്ല എന്ന് പറഞ്ഞു. അത് ശരി, പക്ഷേ രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാം കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അദ്ദേഹം തിരിച്ചുപോയി അറബി ഭാഷയിൽ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞു. അത് ഒന്നും സാധാരണഗതിയിൽ ഉത്തരം കിട്ടാത്തതാണ്. എന്നാൽ അദ്ദേഹം പോയി 2ാമത്തെ ദിവസം എനിക്ക് ജയിലിൽ പ്രത്യേക ഒരു ഓർഡർ വന്നു എന്നെ റിലീസ് ചെയ്യുവാൻ. എന്നെ റിലീസ് ചെയ്തു. എൻ്റെ സ്പോൺസർ വന്നപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മുത്തബ അറബി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സിംഗിൾ വിസ എൻ്റെ തന്നിട്ട് പറഞ്ഞു, നീ എക്സിറ്റിൽ പോയിട്ട് 15 ദിവസം കഴിയുമ്പോൾ ഈ വിസയിൽ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് കുവൈറ്റിൽ വാർ നടക്കുന്നത്. അങ്ങനെ എംബസികളെല്ലാം അടച്ചു, എൻ്റെ വിസ എക്സ്പയറായി. അതിനുശേഷം ഞാനിവിടെ വരുമ്പോഴാണ് എനിക്ക് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുമായിട്ടൊരു ബന്ധവും സ്നേഹവും ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള കോയിപ്പുറം സ്റ്റേഷനിൽ അന്ന് കൊലപാതകം നടക്കുകയാണ്. റെനി ജോർജ്, മദ്രാസിലെ മോൻ. 5 പേരെ ഞങ്ങളുടെ തൊട്ടടുത്ത് ജയിലിലാണ് കിടക്കുന്നത്. ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോൾ എനിക്ക് അവരോടൊന്ന് പോയി കാണാൻ, ആ ജയിലിൽ കിടന്നതിൻ്റെ ഭാരങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള അവസരം കൃപയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചു. ഞാൻ വൈകിട്ട് ചെന്നപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തു, മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. അതിനുശേഷം അവരോട് യേശുവിനെക്കുറിച്ച് പറയാൻ, ഞാൻ ജയിലിൽ നിന്ന് വന്ന ആളാണെന്ന് പറയാനിടയായി. അവർക്ക് വേണ്ടി ജയിലിൻ്റെ അധികൃതരുടെ അനുവാദത്തോടെ പ്രാർത്ഥിക്കാനിടയായി. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ജയിലിൽ വെച്ച് ഈ റെനി ജോർജും അവരുടെ കൂടെയുള്ളവരോട് സുവിശേഷം പറഞ്ഞു. റെനി ജോർജ് രക്ഷിക്കപ്പെട്ട ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അവരെ യാത്രയാക്കി. എനിക്ക് സെൻട്രൽ ജയിലിൽ പോയി അവരെ ഒന്ന് കാണാനായി ഞാനൊരു ദിവസം ഞായറാഴ്ച രാവിലെ അവിടെ ചെല്ലുകയാണ്. അതിൻ്റെ വെയിറ്റിംഗ് റൂമിലിരുന്നു. സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ യാതൊരു കാരണവശാലും കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ സൂപ്രണ്ട് പറഞ്ഞു, ഞായറാഴ്ചയാണ് ഇവിടെ പ്രാർത്ഥനയുണ്ട്, അതിന് വരുന്ന ആരുടെയും കൂടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യോഗ്യതയൊന്നും കാണാനോ നീളമോ വണ്ണമോ ഒന്നും ഇല്ലാത്ത അദ്ദേഹം ആ ക്യാമ്പിലെ ആ ജയിലിനകത്തേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മോസസ്. ട്രിവാൻഡ്രം ജയിലിൽ, ഇപ്പോൾ കേരളത്തിലെ 39 ജയിലുകളിൽ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ ഒരു പാസ്റ്ററാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. റെനി ജോർജിനെ കാണാൻ അദ്ദേഹം എൻ്റെ ID കാർഡ് വാങ്ങി സൂപ്രണ്ട് നിന്ന് പെർമിഷൻ മേടിച്ച് അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ജയിലിനകത്ത് കയറാനിടയായി. അങ്ങനെ ജയിലിൽ കയറി റെനി ജോർജിൻ്റെ സെല്ലിൽ നിന്നും അവരെ വിളിച്ച് കൊണ്ടുവന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യാനിടയായി. അങ്ങനെ ജയിലിൽ വെച്ച് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. ജയിലിന് പുറത്ത് പരോളിറങ്ങിയപ്പോൾ സ്നാനപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ സമീപത്ത് സ്ഥലം വാങ്ങി അവിടെ അനാഥരായ കുഞ്ഞുങ്ങളെയും വഴി തെറ്റി നടക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വളരെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ആരംഭിച്ചു. കൃപയാൽ ഇത്രയും നാളുകൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. നഷ്ടവും കഷ്ടവും ഒന്നും വന്നു എന്ന് എനിക്ക് ഭാരമില്ല. 7 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ തന്ന മുത്തവ സൗദി അറേബ്യയിൽ നിന്നും ഫ്ലൈറ്റ് കയറി എൻ്റെ പാസ്പോർട്ട് അഡ്രസ്സ് വെച്ച് രാത്രിയിൽ എൻ്റെ പുല്ലാട്ടുള്ള വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി വീണ്ടും വിസ തന്ന് 10 വർഷങ്ങൾ സൗദി അറേബ്യ ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 10 വർഷത്തിന് ശേഷം കർത്താവ് പറഞ്ഞു, നീ നാട്ടിൽ പോയി സുവിശേഷം ചെയ്യാൻ. അങ്ങനെ 17 വർഷങ്ങൾ സൗദി അറേബ്യ ജോലി ചെയ്ത് കൃപയാൽ
ഇവിടെ 2000-ൽ വരുവാനിടയായി. കഴിഞ്ഞ 26 വർഷങ്ങൾ ഈ കേരളത്തിൽ ഒരു സ്വതന്ത്രനായി നിന്ന് മറ്റു പലകളുമായി സഭകളുമായി ആലോചിച്ചിട്ട് നടക്കാഞ്ഞതിനാൽ സ്വതന്ത്ര ചർച്ച ഞങ്ങൾക്ക് രൂപീകരിക്കാനിടയായി. കൃപയാൽ ഇന്നുവരെയും ദൈവം നടത്തുന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് ഉസ്ലാംപട്ടി എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലുണ്ട്. ഇന്നും പെൺകുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവർക്ക് പെൺകുഞ്ഞുങ്ങളെ വേണ്ട, വഴിയിൽ കളയുക, അവരെ കൊന്നുകളയുക, അല്ലെങ്കിൽ റോഡിലെടുത്ത് സൂപ്പർ മാർക്കറ്റിൽ ഇട്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പോയി ആദ്യമായി ഒരു പരസ്യവും നടത്തിയപ്പോൾ തിരിച്ച് പരസ്യവും കഴിഞ്ഞ് മടങ്ങുമ്പോൾ റോഡിൽ 750 ഗ്രാമുള്ള ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു. ഈ കുഞ്ഞിനെ നാട്ടുകാരെല്ലാം കൂടെ ഇങ്ങനെ നോക്കിയിരിക്കെ ഞങ്ങൾ അതിനെ എടുത്തു, കുളിപ്പിച്ചു. 750 ഗ്രാമേ ഉള്ളൂ. ഞങ്ങളുടെ പാസ്റ്ററുടെ വൈഫ് അതിനെ വളരെ ശുദ്ധീകരിച്ച് കൊണ്ടുവന്നു. കൃപയാൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് അത് BSc വരെ എന്നെ പഠിപ്പിച്ചു, വിവാഹം കഴിച്ചു കൊടുക്കാനിടയായി. കൃപയാൽ 290 കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ഇതുപോലെ അവരവരുടെ വഴികളിൽ വിടുവാൻ ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഇന്നും അനേക സ്ഥലങ്ങളിൽ വടക്കേ ഇന്ത്യയിലുള്ള പല ഗ്രാമങ്ങളിൽ വേറെയും ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളിലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സഭ ഉള്ളത്. അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഞാനും എൻ്റെ വൈഫും കൂടെ അപരിചിതനായ ഒരാൾ വിളിച്ചനുസരിച്ച് വേലയ്ക്ക് വേണ്ടി പോയി. ആരംഭിച്ച സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം 6000 പേരുണ്ട്. ഇപ്പോഴത്തെ ഇലക്ഷന് ശേഷം കുറേ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിട്ടു. പല ഗ്രാമങ്ങളിലും യേശുവിനെക്കുറിച്ച് പറയാനിടയായി. വില്യം കേറിയുടെ കാലത്ത് തുടങ്ങിയ പല പള്ളികളും പൂട്ടിക്കിടന്നു. അവിടെയൊക്കെ പോയി ചർച്ചുകൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. വളരെ അനുഗ്രഹമായി വേലകൾ നടക്കുന്നു. എനിക്കിപ്പോൾ 68 വയസ്സ് കഴിഞ്ഞു. ശരീരമായ ബലഹീനതകൾ ഉണ്ടെങ്കിലും വടക്കേ ഇന്ത്യയിലാണ് എൻ്റെ ദർശനം. എൻ്റെ മൂത്ത മകൻ കാനഡയിൽ ജോലി ചെയ്യുന്നു. പല പ്രാവശ്യത്തെ നിർബന്ധത്താൽ ഞങ്ങൾ കാനഡയിൽ പോയി. അവിടെ ചെന്ന് കണ്ടു. അവിടെ നിൽക്കാനുള്ള വിസായും ക്രമീകരണങ്ങളും എല്ലാം ചെയ്യാമെങ്കിലും ഞങ്ങളുടെ ദർശനം ഭൂമിയുടെ അറ്റത്തോളമല്ല, ഇന്ത്യയുടെ എല്ലാ കോണുകളിലുമാണ്. ഞങ്ങൾ 45 ദിവസത്തിന് ശേഷം മടങ്ങി വന്നു. ഞങ്ങൾ വീണ്ടും വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലായി ചർച്ചുകളുണ്ടെങ്കിലും കേരളത്തിലെ ചർച്ചുകളേക്കാൾ വളരെ പ്രാധാന്യമായി വടക്കേ ഇന്ത്യയിലെ ചർച്ചുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ ചർച്ചുകൾ സ്ഥാപിക്കുകയും അവരെ വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുകയും ചെയ്ത് വളരെ ഭംഗിയായി വേലകൾ നടക്കുന്നു. നമുക്ക് വടക്കേ ഇന്ത്യയിലെ 8 സ്റ്റേറ്റുകളിൽ ഇപ്പോൾ നമ്മുടേതായ ചർച്ചുകൾ പ്രവർത്തനമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലെ പല സ്ഥലങ്ങളിലും പല സഭാവിശ്വാസികളെയും സഹായിക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഞങ്ങളുടെ ഒത്തിരി സഹോദരങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8:30 വരെ ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ഈ വേല ഇത്രയും ശക്തമാക്കി തീർക്കുന്നു. പ്രാർത്ഥനയാണ് ഈ വേലയുടെ ഏറ്റവും പ്രാധാന്യ കാര്യം, അല്ലാതെ പണത്തിൻ്റെ വലിപ്പമല്ല. ഒത്തിരി ദൈവമക്കൾ ഈ വേലയോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നേതൃത്വത്തിൻ്റെയോ മത്സരങ്ങളോ ഒന്നുമില്ലാതെ കൃപയാൽ ഇത്രത്തോളം നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാണ്.